അറേബ്യൻ ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ അതീവ ഗുരുതരമായ തലത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം UAEക്ക് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി UAE രംഗത്തെത്തി. ഇറാൻ ഒരു ആക്രമണകാരിയാണെന്നും മേഖലയിലെ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ഇറാനാണെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം UAEയുടെ തന്ത്രപ്രധാനമായ വിവിധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വഞ്ചനാപരവും അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നതുമാണെന്ന് UAE ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് സ്ഥിരീകരിച്ച UAE ഇത്തരം പ്രവൃത്തികൾ ഇറാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്നും അവരെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഉത്തരവാദിത്ത ബോധമുള്ളതും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുന്നതുമായ ഒരു ആഗോള ക്രമത്തെയാണ് ലോകം ആഗ്രഹിക്കുന്നതെന്നും അല്ലാതെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിയമവിരുദ്ധവും വഴിവിട്ടതുമായ നീക്കങ്ങളെയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്ന ഇത്തരം പ്രകോപനപരമായ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ പിന്തുണ UAE പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വഞ്ചനാപരമായ ഇത്തരം ആക്രമണങ്ങളെ ലോകം ഒറ്റക്കെട്ടായി തള്ളിക്കളയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAEക്ക് നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് ആഗോളതലത്തിൽ രൂപപ്പെട്ട നയതന്ത്ര ഐക്യദാർഢ്യം UAEയുടെ നിലപാടുകൾക്ക് വലിയ കരുത്താണ് പകരുന്നത്. മേഖലയിലെ സമാധാനം തകർക്കുന്ന ഇത്തരം നടപടികളെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ പ്രമുഖ വൻ ശക്തികൾ UAEക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ വ്യക്തവും ശക്തവുമായ നിലപാടാണ് ഇന്ത്യയും സ്വീകരിച്ചിരിക്കുന്നത്. ഫുജൈറയിൽ നടന്ന ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. യാതൊരു തരത്തിലും അംഗീകരിക്കാനാവാത്ത ഇത്തരം ആക്രമണങ്ങൾ മേഖലയുടെ സുസ്ഥിരതയെയും സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്നും സമാധാനാന്തരീക്ഷം തകർക്കുന്ന പ്രകോപനപരമായ നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ട കക്ഷികൾ അടിയന്തരമായി പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രസക്തിയെയാണ് ഇന്ത്യയുടെയും മറ്റു പ്രമുഖ രാജ്യങ്ങളുടെയും ഈ നിലപാടുകൾ അടിവരയിടുന്നത്. UAEയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഈ ആക്രമണം നികത്താനാവാത്ത വിള്ളലുകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. ഇറാനുമായുള്ള പരസ്പര വിശ്വാസം പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന കർക്കശമായ നിലപാടിലാണ് UAE ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വഞ്ചനാപരമായ ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ഇരു രാജ്യങ്ങൾക്കിടയിലും സൃഷ്ടിച്ച ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ ഇനി തലമുറകൾ തന്നെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കിയത്. മെയ് 4 നടന്ന ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കേവലം ഒരു രാജ്യത്തിന് നേരെയുള്ള പ്രകോപനം മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ തന്നെ സുപ്രധാന ഊർജ വിതരണ കേന്ദ്രമായ അറേബ്യൻ ഗൾഫിലെ കപ്പൽ ഗതാഗതത്തിനും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഫുജൈറയിലുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ ഇത്തരം നടപടികൾക്കെതിരെ അമേരിക്ക, വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ എന്നിവർ ഉൾപ്പെടെയുള്ള രാജ്യാന്തര സമൂഹം UAEക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മേഖലയുടെ സാമ്പത്തിക ഭദ്രതയെയും സുസ്ഥിരതയെയും തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന ഈ കലുഷിതമായ സാഹചര്യം ആഗോള സാമ്പത്തിക വിപണിയെയും ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹത്തെയും ഒരുപോലെ വലിയ തോതിലുള്ള ആശങ്കയിലേക്കാണ് തള്ളിവിടുന്നത്. ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങളുടെ ഗണ്യമായ ഭാഗം കൈകാര്യം ചെയ്യുന്ന അറേബ്യൻ ഗൾഫിലെ സുരക്ഷാ ഭീഷണികൾ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാൻ കാരണമായേക്കുമെന്ന ഭീതി ശക്തമാണ്. ഇതിനു പുറമെ തൊഴിലിനായി ഗൾഫിനെ ആശ്രയിക്കുന്ന പ്രവാസികളുടെ സുരക്ഷയും അവരുടെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വവുമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കുന്നതിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളാണ് പ്രധാന ഉത്തരവാദിയെന്ന് UAE ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിലെ സമാധാനം നിർണയിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകൾ നിർണായകമാകും. നിലവിലെ സാഹചര്യം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ഉന്നത ആഗോള വേദികളിൽ ഉന്നയിക്കാനും ഇറാനെതിരെ ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനുമാണ് UAEയുടെ നീക്കം. ഇത്തരം പ്രകോപനപരമായ നടപടികൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ വരും കാല സുസ്ഥിരത. മേഖലയിലെ സമാധാനവും സുരക്ഷയും തകർക്കുന്ന ഇത്തരം പ്രകോപനപരമായ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ
നടത്തുന്ന നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ആഴത്തിലുള്ള വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയെയും ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയെയും ബാധിക്കുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഈ ആക്രമണങ്ങൾ ഇറാനെ ആഗോള സമൂഹത്തിന് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമാകുന്നത് വ്യക്തമാണ്. UAEക്ക് ലഭിക്കുന്ന ആഗോള പിന്തുണ ഇതിന്റെ ശക്തമായ സൂചനയാണ്. ഊർജ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ ഗൾഫ് മേഖലയിലെ അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കാനും അതുവഴി ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. സ്വന്തം പൗരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ച കർക്കശമായ നിലപാട് മേഖലയിലെ സമാധാനത്തിന് ഇന്ത്യ നൽകുന്ന മുൻഗണനയെയാണ് വ്യക്തമാക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ഉന്നത വേദികളിൽ ഈ വിഷയം എത്തുന്നതോടെ ഇറാനെതിരെ കൂടുതൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.